ഓം ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു ശാരദാ ഗുരുഭ്യോ നമ. ഓം ഗുരുർബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുദേവ ഭാഗവതം കഴിഞ്ഞ ദിവസം വായിച്ച് നിർത്തിയതിൻ്റെ ബാക്കി ഭാഗം ഗുരുദേവ ദർശനമാണ് വായിക്കുന്നത്. പാവനമായ ഗുരുവിൻ കഥാമൃതം പരമാനന്ദേന കേട്ട് മോദാന്വിതം ചിത്തം തെളിഞ്ഞ മുനിസുതൻ സദ്ഗുരു ദർശനം കേൾക്കുവാനിച്ഛിച്ചു. പിന്നെയും ആത്മാമൃതം ഗുരുദേവന്റെ ദർശനം ആത്മജനോടരുൾ ചെയ്തു മുനീശ്വരൻ. ആദിമഹസായ ദൈവത്തിൽ നിന്നുമാണ് ആവിർഭവിച്ചത് ഈ ലോകങ്ങളൊക്കെ. സത്വരജസ്തമോ രൂപവിഹാരിണി ശ്രീ മഹാമായയാണ് ഉദ്ഭവകാരണം. സത്തായതീശ്വരൻ സർവത്തിനും സാക്ഷിയായി വിളങ്ങുന്നതും സകലേശ്വരൻ. ലോകപിതാവായ ദൈവമാണുർവയ ബീജപിതാവിനും നാഥനെന്നോർക്കണം. മാനവരെല്ലാവരും ഈശ്വരപുത്രരാണായതുമൂലം സഹോദരരേവരും. ജാതി മതഭേദഭാവന കൂടാതെ ജാതമോദം നമ്മൾ സ്നേഹിച്ചു വാഴണം. വെള്ളത്തിലെത്തിരമാലകളെ എങ്ങനെ വെള്ളത്തിൽ നിന്നും അഭിന്നമാണെന്ന പോൽ ഉള്ളിൽ വിളങ്ങുന്ന ദൈവവും നമ്മളും ഭിന്നമല്ല. ജലം തന്നെ തിരകളും ഉണ്മയായുള്ള പരമാത്മദർശനം പഞ്ചേന്ദ്രിയങ്ങൾ നിയന്ത്രിച്ചു കാണണം.